അവരെ ഇരുത്താൻ ശ്രമിക്കരുത്. ഈ വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട്. എന്തിനാണ് പെണ്ണിനെ ചാരി നിന്നത്, എന്തുകൊണ്ട് മണ്ണും കൊണ്ടുപോയി, വ്യക്തമായ അപഗ്രഥന വീക്ഷണങ്ങളോടുകൂടി തന്നെ ഇതിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു. കാര്യം പറയാം. ആദ്യത്തെ ഭാഗം പരിശോധിച്ചാൽ മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത തുറസായ ഒരു പ്രദേശത്ത് വെച്ചാണ് നിൽക്കുവാൻ പാകത്തിൽ മനോഹരമായ ഒരു പുറം ഭാഗം കണ്ടതും അബദ്ധത്തിൽ പെട്ടുപോയത്. രണ്ടാമതാകട്ടെ നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ കൊണ്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നടക്കുകയും മഴയത്ത് കുട പോലും വാഗ്ദാനം ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ അവശേഷിച്ചത് തറയിൽ കിടന്നതിനെ എടുത്തുകൊണ്ട് പോവുക എന്ന ഒരേ ഒരു പ്രതിവിധി മാത്രമാണ്. ഒരേ ഒരു രണ്ട് വാക്കുകൾ. ഇതെല്ലാം ത്രേസ്യാമ്മയുടെ കാര്യം തന്നെ. അല്ലല്ല, ഇത് വേറെയാ, ഇത് കേസ് വേറെയാ. സാർ കുടയെടുത്ത് എന്തിനാണ്? പ്രദീപിനും പെണ്ണിനും കൂടെ ഒരുമിച്ച് ഒരു കുടക്കടയിൽ പോകാനാണ്. വഴിയിലേക്ക് വരികയാണ്. കുങ്കുമ തരിപുരണ്ട കവിൾത്തരികളുള്ള ആ പെണ്ണാകട്ടെ ചിദംബര സന്ധിയുടെ കീഴിൽ ചെമ്മാനം പോലെ നിന്ന് തൊടുത്തപ്പോൾ എന്റെ സാറേ, സന്ധിയാണ് സാറേ? ചിദംബര സന്ധി അറിയില്ല? ചിദംബര സന്ധി ഞാൻ പറഞ്ഞു വ്യക്തമായി പറഞ്ഞു. ചിദംബര സന്ധ്യയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിദംബരത്തെ സന്ധ്യ എന്ന് പറയാം. കാരണം ആകാശവും കടലും തമ്മിൽ സ്പർശിക്കുന്ന ചിദംബരം എന്ന് പറയുന്ന ശിവക്ഷേത്രമുള്ള മനോഹരമായ പ്രദേശത്തെ ഓക്കെ. എന്റെ സാറേ ഒന്നുകൂടെ വിളിച്ചോ, കൊള്ളാത്. എന്തൊരു ഫീല് അല്ലേ, എന്തൊരു ഫീല്. ചെമ്പഴന്തി ശ്രീനാരായണ കലാലയത്തിലെ ഗ്രന്ഥശാലയുടെ ഇടനാഴിയിൽ വെച്ച് അവളുടെ ശരീരത്തിൽ ചാരി നിന്നപ്പോൾ കണ്ട പ്രണയത്തിന്റെ പവിത്രമായ സുഗന്ധങ്ങളൊക്കെ തന്നെ മനസ്സിന്റെ ആഴത്തിൽ ആവാഹിച്ചുകൊണ്ട് മണ്ണിൽ കിനാക്കളുടെ ശവദാഹമാണ്, പിന്നിൽ നിലാവിന്റെ രേഖയുമില്ല.